അവൻ പറഞ്ഞതിലെല്ലാം കാര്യമുണ്ട് എന്നറിയാവുന്നതുകൊണ്ടും അവൻ ആശുപത്രിയിലേക്ക് പോകാൻ ധൃതിയുള്ളതിനാൽ സംസാരിച്ച് സമയം കളയാൻ കഴിയാത്തതുകൊണ്ടും അവൾ വേഗം പുറത്തേക്ക് നടന്നു. കാറിൻ്റെ ഡോർ തുറന്നതിന് ശേഷം അവളെ വളരെ ശ്രദ്ധയോടെ കാറിലേക്ക് കയറ്റിക്കഴിഞ്ഞാണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് അവൻ വണ്ടി മുന്നോട്ടെടുത്തത്. ചിലപ്പോൾ കുറച്ചു ദിവസം നീ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. അവൻ്റെ വാക്കുകൾക്ക് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിലും തൻ്റെ വാക്കുകളെയെല്ലാം അവൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഗുളികകളെല്ലാം സമയത്ത് കഴിക്കണം. ആഹാരം കഴിക്കാതെ ഇരിക്കരുത്. അവൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോൾ അവൾ കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലാവുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞ സമയത്ത് കഴിച്ചോ കുടിച്ചോ എന്നൊന്നും തിരക്കാതെ ഇരുന്നവനാണ്. അതോർമ്മ വന്നതും അവൻ്റെ മുഖവും ഒന്ന് വാടി. അവൻ്റെ കാർ അവളുടെ വീട്ടുമുറ്റത്ത് നിന്നതും രാധയും വിജയനും പുറത്തേക്കിറങ്ങി വന്നു. ഭർത്താവിൻ്റെ ഒപ്പം സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന മകളെ കണ്ടപ്പോൾ ചൂടുപിടിച്ച അവരുടെ മനസ്സ് തണുക്കാതെയിരുന്നില്ല. മകളുടെ ഭാവി എന്നും ഒരാശങ്കയായി ഉള്ളിലുണ്ടായിരുന്നു. പ്രശ്നമുണ്ടായതുകൊണ്ട് മാത്രം രാഹുലിന് മകളെ വിവാഹം കഴിക്കേണ്ടി വന്നതാണ് എന്ന് അവർക്കറിയാം. അങ്ങനെയുള്ളവന് മകളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ എന്ന ചിന്ത ഒരു കനലായി കിടപ്പുണ്ടായിരുന്നു. അകത്തേക്ക് വരുന്നില്ലേ മോനെ? വിജയൻ ചോദിച്ചതും അവൻ രണ്ടുപേരെയും ബഹുമാനത്തോടെ നോക്കി പുഞ്ചിരിച്ചു. ഇപ്പോൾ കയറാൻ സമയമില്ല. ഇവളെ തിരികെ കൂട്ടാൻ വരുമ്പോൾ ഉറപ്പായും കയറാം. ആശുപത്രിയിൽ വേഗം എത്തണം. അവൻ്റെ വാക്കുകളിൽ തൃപ്തി തോന്നിയത് കൊണ്ട് തന്നെ അവർ പിന്നെ നിർബന്ധിച്ചില്ല. ഉണ്ണിമായ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുക മാത്രം ചെയ്തു. പോട്ടെ. അവളുടെ കയ്യിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി. ഇത്രയും ദിവസങ്ങളായി ഉണ്ടായിരുന്ന അവൻ്റെ സാമീപ്യം പെട്ടെന്ന് ഇല്ലാതായപ്പോൾ ഒരു നിരാശ തന്നെ മൂടുന്നത് അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. വാ മോളെ, ഈ സമയത്ത് ഗർഭിണികൾ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ല. രാഹുലിൻ്റെ കാർ മുന്നിൽ നിന്ന് പോയതും രാധ ഉണ്ണിമായയെ നോക്കി പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ ആഗ്രഹം തോന്നുമെങ്കിലും അങ്ങനെ ശ്രീമംഗലത്തേക്ക് ചെല്ലാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അവിടെയുള്ളവരുമായി തങ്ങൾ ബന്ധം കൂടിയത് എങ്ങനെയാണ് എന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അകലം പാലിക്കുകയായിരുന്നു. മകൾ കുറച്ച് ദിവസങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്നറിഞ്ഞതും ആ അമ്മ അവൾക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറെടുത്തു. അവളാകട്ടെ അവരുടെ സ്നേഹം കണ്ട് കണ്ണു നിറച്ച് നിൽക്കുകയായിരുന്നു. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവരെയാണല്ലോ തള്ളിക്കളഞ്ഞത്. സോറി അമ്മേ. അവൾ അവരെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവരും തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. പഴയ ഉണ്ണിമായ അല്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അവൾക്കിപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇനി സോറി ഒന്നും പറയണ്ട. എല്ലാം കഴിഞ്ഞു പോയില്ലേ? ഇത് മനസ്സ് സന്തോഷമായി വെക്കേണ്ട സമയമാണ്. പോയി ഈ വേഷമൊക്കെ മാറി വാ. ചുരിദാറൊക്കെ ഇറുക്കമാണ് എങ്കിൽ എൻ്റെ ഒരു നൈറ്റി എടുത്തിട്ടാൽ മതി. അവരുടെ വാക്കുകൾ കേട്ടതും അവൾ തലയാട്ടിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. നിറഞ്ഞ കണ്ണുകളോടെ ഇരിക്കുകയായിരുന്ന വരലക്ഷ്മി രാഹുലിനെ കണ്ടതും ഓടി അടുത്തേക്ക് വന്നു. അവനെ കണ്ടപ്പോഴാണ് അവർക്ക് ശരിക്കും ആശ്വാസമായത് എന്ന് പറയാം. മോനെ. ഏങ്ങലടിച്ച് കരയുന്നവരെ അവൻ ചുറ്റിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. ഇതിനു മുൻപ് അമ്മ ഇങ്ങനെ കരഞ്ഞു കണ്ടിട്ടില്ല. അമ്മ കരയാതെ ഇരിക്ക്. ഇങ്ങനെ കരഞ്ഞു വിളിച്ചാൽ അമ്മയെയും ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അവൻ ശാസന പോലെ പറഞ്ഞതും അവർ കരച്ചിൽ മതിയാക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശേഷം സാരിത്തുമ്പ് കൊണ്ട് കണ്ണു തുടച്ചു. ഗോകുൽ എവിടെ? അവൻ ചുറ്റും ഒന്ന് നോക്കി സംശയത്തോടെ ചോദിച്ചു. അവൻ എന്തോ ബില്ലടയ്ക്കാൻ പോയിരിക്കുകയാണ്. അവർ ഗോകുൽ പോയ വഴിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മഹേശ്വരി അല്പം മാറി കസാരയിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. രാഹുൽ വന്നതറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ നെഞ്ചത്തടിച്ച് അവൻ്റെ മുന്നിലും ഒരു ഷോ കാണിക്കുമായിരുന്നു. പ്രജിൽ വീട്ടിൽ തനിച്ചല്ലേ മോനെ? ജോലിക്കാരി ഉണ്ട് എങ്കിലും അവരൊക്കെ അത്രത്തോളം ശ്രദ്ധിക്കുമോ? അവനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നിന്റെ ഭാര്യയോട് ഒന്ന് സൂചിപ്പിച്ചേക്ക്. കണ്ണുനീരിനിടയിലും വരലക്ഷ്മി അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി എന്നതുപോലെ അവൻ അതിനെ കടിച്ചു പിടിക്കുകയാണ് ചെയ്തത്. ഉണ്ണിമായയുടെ അവസ്ഥ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ?
ഇതുപോലെ ഒരു സാഹചര്യത്തിൽ അവളെ വീട്ടിൽ തനിച്ചാക്കി എനിക്ക് വരാൻ പറ്റുമോ? ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. ആശുപത്രി തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂട്ടിക്കൊണ്ടുവരാം. തൽക്കാലം അവൻ്റെ കാര്യം ജോലിക്കാരി നോക്കിക്കോളും. കൂടുതലായി എന്തെങ്കിലും വേണമെങ്കിൽ ഞാനോ ഗോകുലോ ഇടയ്ക്ക് പോയി ശ്രദ്ധിച്ചോളാം. അവൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ. അത്രത്തോളം താല്പര്യം കൊടുക്കാതെ അവൻ പറഞ്ഞിട്ട് പോയപ്പോൾ അവരുടെ മുഖത്ത് സംശയം നിറഞ്ഞു. രാഹുലിൻ്റെ അടുത്തു നിന്നും മാറാത്തവൻ ആയിരുന്നു പ്രജിൽ. അവർ രണ്ടുപേരും തമ്മിൽ വല്ലാത്തൊരടുപ്പമായിരുന്നു. അവരിൽ നിന്നും അല്പം അകന്നു നിന്നത് ഗോകുൽ മാത്രമാണ്. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ പഴയ അടുപ്പമില്ല എന്നത് ഓർത്തെടുത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ അവിടുത്തെ കസാരയിൽ കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും എന്നെ ഒന്ന് മൈൻഡ് ചെയ്യ് ഹരിയേട്ടാ. മുറിയിലേക്ക് വന്നുകൊണ്ട് ദേവിക പറയുമ്പോൾ ഹരി അവളെ തന്നിലേക്ക് അമർത്തി പിടിച്ചു. അവനെ കൊണ്ടാകുന്ന അത്രയും ശക്തമായ ഒരു ആലിംഗനം. അവൻ്റെ കൈകളുടെ മുറുക്കത്തിൽ അവൾ പെട്ടെന്ന് ഒന്ന് പിടഞ്ഞുപോയി. അവളുടെ കഴുത്തിടക്കിലൂടെ മുഖമമർത്തി വെച്ചുകൊണ്ട് അവൻ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ താടി രോമങ്ങൾ കഴുത്തിൽ ഇക്കിളിയിടുന്നതിനൊപ്പം അവൻ്റെ ശ്വാസവും അവളുടെ കഴുത്തിൽ അടിക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റിയെന്ന് അവനോട് ചോദിക്കണമെങ്കിലും അവൾക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം മിണ്ടാതെ നിന്നതിന് ശേഷം അവളും രണ്ട് കൈയും കൊണ്ട് അവനെ തിരികെ പുണർന്നു. അവൻ്റെ മനസ്സ് വേദനകളിൽ നിന്ന് ഒരു മോചനമാണ് ആഗ്രഹിച്ചത് എങ്കിൽ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അവനോടുള്ള പ്രണയം മാത്രമാണ്. ഒരു 100 വട്ടം അവൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് സഫലമായത് കൊണ്ടാകാം അവൾ കണ്ണുകൾ അടച്ച് ഈ നിമിഷത്തെ അനുഭവിച്ചു കൊണ്ടിരുന്നു. ഇന്ന് അയാൾ വന്നിരുന്നു. അങ്ങനെ നിന്നുകൊണ്ട് തന്നെ അവൻ സ്വരം താഴ്ത്തി പറയുമ്പോൾ അവളുടെ മനസ്സിൽ സംശയം നിറഞ്ഞുവെങ്കിലും അവൾ അനങ്ങിയില്ല. ആ നിൽപ്പ് ആസ്വദിക്കുന്നത് പോലെ അങ്ങനെ നിന്നു. വന്നത് ആരാണെന്ന് നിനക്കറിയണ്ടേ? അവളിൽ നിന്ന് അനക്കമൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അവൻ ചോദിച്ചു. ആരാ വന്നത്? നിന്റെ അമ്മാവൻ ശ്രീമംഗലത്ത് മാധവൻ. അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ ഒരു നടുക്കത്തോടെ അവനിൽ നിന്നും അകന്നു മാറി. അങ്ങനെ ഒരു കാര്യം അവൾ പ്രതീക്ഷിച്ചിരുന്നതേയില്ല. അമ്മാവൻ എന്തിനാ വന്നത്? അവൾ സംശയത്തോടെ ചോദിച്ചു. മാധവനും ഹരിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവൾ പിന്നെയാണ് ചിന്തിക്കുന്നത്. അതോടെ വല്ലാത്തൊരു അസ്വസ്ഥത അവളിൽ നിറഞ്ഞു. ഇന്നത്തെ ദിവസം മുഴുവൻ ഹരി മൗനമായി ഇരുന്നതിൻ്റെ കാരണവും അവൾക്ക് മനസ്സിലായി. നിന്റെ കാര്യം പറഞ്ഞാണ് വന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്നോട് ചോദിച്ചോളാൻ പറഞ്ഞു ഞാൻ. തിരിച്ചു വിട്ടിട്ടുണ്ട്. അവൻ പറഞ്ഞപ്പോൾ അവൾ ചുണ്ടുകൂർപ്പിച്ചു. ഈ ഒരു കാര്യത്തിൽ മാത്രം മറിച്ചൊരു പ്രതികരണം നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അയാളോട് മാത്രം ഒരു അനുകമ്പയും എനിക്ക് തോന്നില്ല ഒരിക്കലും. അവൻ്റെ വാക്കുകളുടെ ഉറപ്പ് മനസ്സിലായതും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴും മനസ്സിൻ്റെ ഒരു പാതി ചിന്തിച്ചത് മാധവനെക്കുറിച്ച് തന്നെയായിരുന്നു. സ്നേഹം നിറഞ്ഞ അമ്മാവനോട് അവൾക്ക് നല്ല ഒരു അടുപ്പമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി ഹരിയേട്ടനോട് വാദിക്കാനും കഴിയില്ല. എന്നിട്ട് അമ്മാവൻ എന്നെ കാണാൻ വന്നില്ലല്ലോ, അവൾ പെട്ടെന്ന് ഓർത്തെടുത്തതുപോലെ പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ ആ വഴി തിരികെ പോയി കാണും. പറഞ്ഞുകൊണ്ട് അവൻ കയറി കിടക്കുമ്പോൾ തലവേദന കാരണം അവൻ്റെ മുഖം ചുളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ അസ്വസ്ഥത കാരണം അവൻ നെറ്റി തിരുമ്മിയതും അവൾ ബാമെടുത്ത് അവൻ്റെ നെറ്റിയിൽ മെല്ലെ പുരട്ടിക്കൊടുത്തു. ഇതൊക്കെ ഞാൻ കാരണമാണ് എന്ന് തോന്നുന്നുണ്ടോ? ചോദിക്കണോ വേണ്ടയോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ മനസ്സിൽ തന്നോടൊരു നീരസമുണ്ടോ എന്ന സംശയം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ അവൾക്ക് തോന്നിയില്ല. പരസ്പരമുള്ള തുറന്നു പറച്ചിലുകളാണല്ലോ എല്ലാ ബന്ധങ്ങളുടെയും ആധാരം. അങ്ങനെ തോന്നിയോ? അവൾ നെറ്റിയിൽ ബാം തിരുമ്മിക്കൊണ്ടിരുന്നതിനാൽ അടച്ചു വെച്ചിരുന്ന കണ്ണുകൾ തുറന്നുകൊണ്ട് അവൻ മെല്ലെ ചോദിച്ചു. അങ്ങനെ ചിന്തിക്കാമല്ലോ. എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടല്ലേ ഹരിയേട്ടൻ ഇതൊക്കെ നേരിടേണ്ടി വന്നത്? ഏറ്റവും വെറുക്കുന്ന ആളുകളെ ഇങ്ങനെ മുഖാമുഖം കാണേണ്ടി വന്നത്? പറയുമ്പോൾ അവളുടെ സ്വരം നീർത്തുപോയി. വെറുപ്പ് അവരോടല്ലേ, നിന്നോടില്ലല്ലോ. അവൾക്ക് നേരെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ഇരുവരുടെയും മുഖം അത്രത്തോളം അടുത്തായിരുന്നു. നിശ്വാസങ്ങൾ തമ്മിൽ ഇടകലരുന്ന അത്രയും അരികിൽ. അവളുടെ കണ്ണുകൾ പകുതി അടഞ്ഞ അവൻ്റെ കണ്ണുകളിൽ നിന്നും നാസികയിലൂടെ മെല്ലെ അധരത്തിൽ എത്തി നിന്നു. സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവയുടെ ചലനം അവളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു. ഇല്ലേ? ആർദ്രമായി ചോദിക്കുന്നതിനൊപ്പം അവളുടെ മുഖം അല്പം കൂടി മുന്നിലേക്ക് ചലിച്ചിരുന്നു. ഇരുവരുടെയും അധരങ്ങൾ തമ്മിലുള്ള ദൂരം വീണ്ടും കുറഞ്ഞു. തൊട്ടില്ല എന്ന മട്ടിൽ കാണുന്ന അവളുടെ സുന്ദരമായ മുഖത്തിലേക്ക് അവൻ്റെ കണ്ണുകളും പാളി വീണു.
ആ നിമിഷം വളരെ യാന്ത്രികമായാണ് ഇരുവരും മുന്നോട്ട് ചലിച്ചത്. അധരങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിയെങ്കിലും അവ പിന്നെ ചലിച്ചില്ല. വളരെ യാദൃച്ഛികമായി സംഭവിച്ചതായതുകൊണ്ടും ഇരുവർക്കും നേരിയ ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ടായതുകൊണ്ടും അവ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. താൻ അങ്ങോട്ട് കയറി എന്തെങ്കിലും ചെയ്താൽ തന്നെ ഒരു മോശം പെണ്ണായി കരുതുമോ എന്നുള്ള ചിന്ത അവളെയും തൻ്റെ പ്രവൃത്തി അതിര് കടന്നു പോകുമോ എന്ന ചിന്ത അവനെയും പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അകന്നു മാറാൻ കഴിയാത്ത വിധം മനസ്സും ശരീരവും ഒരു ചുംബനത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം, ആ ഒരു നിമിഷം ഇരുവർക്കും വളരെ നിർണായകമായിരുന്നു. വളരെ നേർത്ത ഒരു ചുംബനം അവളുടെ അധരത്തിൽ പതിപ്പിച്ചുകൊണ്ട് അവൻ പിന്മാറി. അപ്പോഴും കഴിഞ്ഞുപോയ നിമിഷങ്ങളെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന ഭാവത്തിലായിരുന്നു അവൾ. ഇനിയിപ്പോൾ സംഭവിച്ചതൊക്കെ സ്വപ്നം വല്ലതുമാണോ എന്ന ചിന്തയായിരുന്നു അവളിലുണ്ടായത്. അങ്ങനെയല്ല എന്ന് അധരങ്ങളിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന നേരിയ തണുപ്പ് ഓർമ്മിപ്പിച്ചതും അവൾ പിടച്ചിലോടെ അവനിൽ നിന്നും മുഖം മാറ്റി. അതേ ചുവന്ന മുഖത്തോടെ തന്നെയാണ് ഇരുവരും ഉറക്കം പിടിച്ചത്. ശാന്തമായ സ്വസ്ഥമായ ഉറക്കം. പിറ്റേന്ന് രാവിലെ വർക്ക്ഷോപ്പിലേക്ക് ചെന്ന ഹരിയെയും കാത്ത് ജിതിൻ മുന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ജിതിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എന്തോ കാര്യം പറയാനുള്ള നിൽപ്പാണ് എന്ന് ഹരിക്ക് മനസ്സിലായി. എന്തെങ്കിലും ന്യൂസ് കിട്ടിയാൽ ഇതുപോലെ ചൂടോടെ പറയാനായി അവൻ ഇങ്ങനെ കാത്തു നിൽക്കാറുണ്ട്. അന്നൊന്നുമില്ലാത്ത ഗൗരവം ഇപ്പോൾ അവൻ്റെ മുഖത്ത് കാണാം. എന്താടാ, കാര്യമായി എന്തോ പറയാനുണ്ടല്ലോ? ഹരിയുടെ ചോദ്യം കേട്ടതും തലയാട്ടിക്കൊണ്ട് ജിതിൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എങ്ങനെ പറയുമെന്ന ഒരു ചിന്ത അവനെയും അലട്ടാതിരുന്നില്ല. എടാ, ആ മാധവൻ, അയാൾ ഹോസ്പിറ്റലിലാണ്. അറ്റാക്കായിരുന്നു എന്നാണ് അറിഞ്ഞത്. ഇവിടെ നിന്ന് പോയപ്പോൾ സുഖമില്ലാതായതാണ് എന്ന് തോന്നുന്നു. അവൻ്റെ വാക്കുകൾ കേൾക്കവേ ഹരി ഒരു നിമിഷം മൗനമായി. താൻ മൂലം ഒരാൾക്ക് വയ്യായിക വരിക എന്നത് സാധാരണഗതിയിൽ താങ്ങാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. എന്നാൽ മാധവനോട് അങ്ങനെ ഒരു സഹതാപം അവന് തോന്നുന്നുണ്ടായിരുന്നില്ല. വിതച്ചതേ കൊയ്യൂ എന്ന ചൊല്ലാണ് അവൻ ഓർമ്മ വന്നത്. നല്ല പ്രായത്തിൽ ചെയ്ത തെറ്റുകളുടെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നു. അതിന് താനടക്കം ആരും ഉത്തരവാദികളല്ല. അയാൾ ചെയ്ത തെറ്റുകൾ വെച്ചു നോക്കുമ്പോൾ ഇതൊരു ശിക്ഷയുമല്ല. അവൻ ഡ്രസ്സ് മാറിക്കൊണ്ട് തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. അവൻ്റെ ആ കൂസലില്ലായ്മ കണ്ട് ജിതിൻ ഒന്ന് ഞെട്ടാതിരുന്നില്ല. സാധാരണ ഇതുപോലൊരു വാർത്ത കേട്ടാൽ ഹരിക്കും ഒരു അറ്റാക്ക് വരേണ്ടതാണ്. അങ്ങനെയുള്ളവനാണ് ഒരു ഭാവഭേദവുമില്ലാതെ ജോലി ചെയ്യുന്നത്. നിനക്ക് ഞാൻ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? ജിതിൻ അവൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് വീണ്ടും ചോദിച്ചപ്പോൾ ഹരി രൂക്ഷമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ അമ്മ എന്ന സ്ത്രീയെ നിനക്കറിയാലോ. എത്രയോ തവണ നീ അവരെ കണ്ടിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ ഒരായുസ് മുഴുവൻ അവർ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നും പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ മറ്റുള്ളവരുടെ തുറിച്ചുനോട്ടം നേരിടേണ്ടി വരുന്നത് നിനക്കാലോചിക്കാൻ കഴിയുമോ? മാന്യമായി ജീവിച്ചിട്ടും ഒരു മോശം സ്ത്രീയെപ്പോലെ മറ്റുള്ളവർ നോക്കുന്നത് അംഗീകരിക്കാൻ കഴിയുമോ? ആ അമ്മയുടെ മകനാണ് ഞാൻ. ഇങ്ങനെയേ പെരുമാറാൻ കഴിയൂ. അവൻ്റെ വാക്കുകൾ കേട്ടതും ജിതിൻ നിശബ്ദനായിപ്പോയി. ഇനിയൊരു വാക്കുപോലും പറഞ്ഞ് മാധവനെ ന്യായീകരിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ വാ അടഞ്ഞു പോയിരുന്നു. ഇനിയിപ്പോൾ അപ്പച്ചി വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. മാധവൻ അപകടനില തരണം ചെയ്തു എന്ന് ഉറപ്പായതും രാഹുൽ മഹേശ്വരിയെ നോക്കി പറഞ്ഞു. സമാധാനത്തിൽ നിൽക്കുന്ന വരലക്ഷ്മിയെ അവർ ഓരോന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പേടിപ്പിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു തീരുമാനം പറഞ്ഞത്. മഹേശ്വരി വാടിയ മുഖത്തോടെ അവനെ നോക്കിയെങ്കിലും അവൻ്റെ തീരുമാനം ഉറച്ചതാണ് എന്ന് മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ പോയേക്കാം. അവർ പരിഭവത്തോടെ പോകാൻ എഴുന്നേറ്റുവെങ്കിലും രാഹുൽ അതിന് അത്ര ശ്രദ്ധ കൊടുത്തില്ല. അവൻ അലസമായി മുഖം തിരിച്ചതും അവർ ചുണ്ട് ചുളുക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. നീ എന്തിനാടാ നാത്തൂനെ പറഞ്ഞു വിട്ടത്? എനിക്കൊരു കൂട്ടായിരുന്നില്ലേ? വരലക്ഷ്മിയുടെ ചോദ്യം കേട്ടതും അവൻ പ്രതികരണമൊന്നുമില്ലാതെ നിന്നു. പിന്നെ എന്തോ ഓർത്തുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. അപ്പച്ചി ഒറ്റ ഒരാളാണ് അമ്മയെക്കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുന്നത് പോലെ ഓരോന്ന് പറഞ്ഞ് അമ്മയെ ഇളക്കി വിടുന്നത് അപ്പച്ചിക്കൊരു ശീലമാണ്. അമ്മയ്ക്കും അതിനെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പിന്നെന്തിനാണ് ഓരോന്ന് പറയുമ്പോൾ എടുത്തു ചാടുന്നത്? അവൻ മുഖത്തെ ഗൗരവം മാറാതെ തന്നെ ചോദിച്ചു. മാധവേട്ടൻ്റെ സഹോദരിയല്ലേ മോനെ? ആ ഒരു സ്നേഹം കാണിക്കാറുണ്ടായിരുന്നു. ഇത്തിരി കുശുമ്പുണ്ടെങ്കിലും ആള് പാവമാണ്. നിങ്ങളോടൊക്കെ സ്നേഹമുണ്ട്. വരലക്ഷ്മി ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു. അപ്പച്ചിക്ക് കാശിനോട് മാത്രമാണ് സ്നേഹം. അച്ഛനോട് പോലും ആത്മാർത്ഥതയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നലെ എന്തൊരു അഭിനയമായിരുന്നു. ചുറ്റുമുള്ളവരൊക്കെ അപ്പച്ചിയെ തന്നെ നോക്കുകയായിരുന്നു.
ആ വാക്കുകൾ ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അതിനവർ മറുപടി പറഞ്ഞില്ല. ആ നേരം തന്നെയാണ് ബില്ലടിക്കാനായി പോയിരുന്ന ഗോകുൽ തിരികെ വന്നത്. "അപ്പച്ചി പോയോ?" അവൻ ഒഴിഞ്ഞുകിടക്കുന്ന കസാര നോക്കിക്കൊണ്ട് ചോദിച്ചു. "പോയല്ലോ." രാഹുൽ പറഞ്ഞതും അവൻ ആശ്വാസത്തോടെ അവിടെയിരുന്നു. ആ നേരം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഒരു ചിന്തയായിരുന്നു. സുഖമില്ലാതാകുന്നതിന് മുൻപ് തൻ്റെ അച്ഛൻ ഹരിയെ കാണാൻ പോയിട്ടുണ്ട് എന്ന അറിവ്. അതാണ് അവൻ്റെ മനസ്സിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് പോയതെന്നറിയില്ല. അവിടെ പോയതിൻ്റെ ബാക്കിയാണോ ഈ ആശുപത്രി വാസം? അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ചാരിയിരുന്നു.